മമ്മൂട്ടി എന്ന നടന്റെ കരിയറിലെ ഏറ്റവും വലിയ പരീക്ഷണങ്ങളിലൊന്നായിരുന്നു രാജമാണിക്യം. മലയാള സിനിമ അതുവരെ ശീലിച്ച സൂപ്പർ ഹീറോ ഇമേജുകളെ ഉടച്ചുവാർത്ത ഈ ചിത്രം റിലീസിന് മുൻപ് പലരിലും ആശങ്കയുണ്ടാക്കിയിരുന്നു. എന്നാൽ മമ്മൂട്ടി എന്ന നടന് മാത്രം ഈ ചിത്രത്തിന്റെ വിജയത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. തമിഴ് മസാല ചിത്രങ്ങളുടെ ശൈലിയിലുള്ള ഈ സിനിമ മലയാളത്തിൽ വിജയിക്കുമോ എന്ന് പലരും സംശയിച്ചപ്പോൾ ബോക്സ് ഓഫീസിൽ 10 ഇരട്ടി ലാഭമുണ്ടാക്കി ചരിത്രം തിരുത്തിക്കുറിക്കുകയാണ് രാജമാണിക്യം ചെയ്തത്. അമൽ നീരദ്, അൻവർ റഷീദ്, ആഷിഖ് കപൂർ എന്നിങ്ങനെ നിരവധി പുതിയ സംവിധായകരെ മലയാളത്തിന് പരിചയപ്പെടുത്തിയ മമ്മൂട്ടി നവാഗതനായ അൻവർ റഷീദിന് നൽകിയ അവസരമായിരുന്നു ഈ ചിത്രം. അക്കാലത്ത് മലയാള സിനിമയിൽ നിലനിന്നിരുന്ന തറവാടിത്ത മഹിമയുള്ള നായക സങ്കല്പങ്ങളെ ബെല്ലാരി രാജ എന്ന കഥാപാത്രം പൂർണ്ണമായും തകർത്തു. ഒരു പോത്ത് കച്ചവടക്കാരനായി തിരുവനന്തപുരം സ്ലാങ്ങിൽ സംസാരിക്കുന്ന ആ നായകനെ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്ത നടൻ റഹ്മാൻ ഉൾപ്പെടെയുള്ളവർ സിനിമയുടെ വിജയത്തിൽ തുടക്കത്തിൽ സംശയാലുവായിരുന്നു. തമിഴ് സ്റ്റൈൽ പടം മലയാളികൾക്ക് ഇഷ്ടപ്പെടുമോ എന്നതായിരുന്നു അവരുടെ പേടി. എന്നാൽ ഈ ചിത്രം വലിയ ഹിറ്റാകുമെന്ന് മമ്മൂട്ടി ഉറപ്പിച്ചു പറഞ്ഞതായി റഹ്മാൻ മുൻപ് ട്രൂ കോപ്പ് തിങ്കിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ആ പ്രവചനം അക്ഷരാർത്ഥത്തിൽ സത്യമായി. ഏകദേശം 2.30 കോടി രൂപ ബജറ്റിലൊരുങ്ങിയ രാജമാണിക്യം 25 കോടി രൂപയാണ് ആഗോളതലത്തിൽ നേടിയത്. ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് പ്രകാരം അന്ന് മോഹൻലാലിന്റെ നരസിംഹം സൃഷ്ടിച്ച റെക്കോർഡുകൾ തകർത്തുകൊണ്ട് മലയാളത്തിലെ ഏറ്റവും വലിയ പണക്കൊയ്ത്ത് നടത്തിയ ചിത്രമായി ഇത് മാറി. ഇമോഷണലി ദുർബലനായ സ്നേഹത്തിനു വേണ്ടി കൊതിക്കുന്ന ബെല്ലാരി രാജ എന്ന മാസ് നായകൻ മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടി. സിനിമയിലെ സംഭാഷണങ്ങൾ ഇന്നും മലയാളികളുടെ സംസാര ശൈലിയുടെ ഭാഗമാണ്. യവൻ പുലിയാണ് കേട്ടാ, തള്ളയെ കലിപ്പ് തീരണില്ലല്ല, നമ്മളില്ലേ തുടങ്ങിയ ഡയലോഗുകൾ ഇന്നും ട്രെൻഡിംഗ് ആണ്. മനോജ് KJN, രഞ്ജിത്ത്, പത്മപ്രിയ, സായ്കുമാർ, കൊച്ചിൻ ഹനീഫ തുടങ്ങിയവരുടെ മികച്ച പ്രകടനങ്ങളും ചിത്രത്തിന് മുതൽക്കൂട്ടായി. 5 പതിറ്റാണ്ടിലേറെ നീണ്ട കരിയറിൽ മമ്മൂട്ടി ചെയ്ത 400ഓളം സിനിമകളിൽ ഇന്നും ആരാധകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചിത്രമായി രാജമാണിക്യം തുടരുന്നു.